ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഒരു കൊച്ചു 4 മണി പലഹാരമാണ് ഇത്. നമ്മൾ ഉണ്ടാക്കുന്നത് 2 നേന്ത്രപ്പഴം വെച്ചിട്ടും പിന്നെ വീട്ടിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. വളരെ ഈസിയും എന്നാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പഴം കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഈ ഒരു റെസിപ്പിക്ക് പഴം എടുക്കുമ്പോൾ ഇച്ചിരി പഴുത്ത പഴമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന പഴം നിങ്ങൾക്ക് കാണാം, അത്യാവശ്യം പഴുത്തിട്ടുള്ള പഴം തന്നെയാണ്. അപ്പോൾ അത് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് നുറുക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് 1.5 പഴം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു അരപ്പഴം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അത് നുറുക്കിയിട്ടില്ല. അതെന്തിനാണെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ പഴം ഒന്ന് വഴറ്റിയൊക്കെ എടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. പാൻ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യൊക്കെ ഒന്ന് ഉരുകി വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഈ പാത്രത്തിൽ എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ ഒന്ന് ഒരു സ്പാച്ചില വേണം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ആ സ്പാച്ചില വെച്ചിട്ടൊന്ന് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഒന്ന് ചുറ്റിച്ചു കൊടുത്താലും മതി. എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്ക് ആദ്യം ചേർക്കാനുള്ളത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴമാണ്. അപ്പോൾ നേന്ത്രപ്പഴം ചേർത്ത് നമുക്ക് ആദ്യം 1 മിനിറ്റോളം ഈ നെയ്യിലൊക്കെ ഒന്ന് വഴണ്ട് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞു. നെയ്യിലൊക്കെ നന്നായിട്ട് നമ്മുടെ പഴമൊക്കെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കാം. ഇത് പഴം നല്ല പഴുത്തതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ഉടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ഇതുപോലെ നമുക്ക് അമർത്തി ഒന്ന് ഉടച്ചെടുക്കാം. അടുത്തത് ഈ ഉടച്ച ഈ നേന്ത്രപ്പഴത്തിനകത്തോട്ട് നമുക്ക് തേങ്ങ ചേർക്കണം. ഞാനിവിടെ 1/2 കപ്പോളം വരുന്ന ചെരുവിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രഷ് ആയിട്ട് ചെരുകിയ തേങ്ങയാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും ഇതേ അളവിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇത്ര വേണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന പഴത്തിന് വലിയ മധുരമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി പഞ്ചസാര കൂടുതൽ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക, എന്നിട്ട് ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ചെയ്യാനുള്ളത് ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പഴവും തേങ്ങ എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്നത് പോലെ തന്നെ ഒരു മാവായിട്ട് വരും. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിനകത്തോട്ട് നിങ്ങൾക്ക് ഫ്ലേവറിന് വേണ്ടി ഇഷ്ടമുള്ളത് ചേർക്കാം കേട്ടോ. ഞാനിന്നിപ്പോൾ ഇവിടെ ഏലക്കയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് ജീരകം ഉണ്ടല്ലോ, ജീരകത്തിൻ്റെ 1-2 നുള്ളാണെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുൻപ് ഞാൻ ഇതിനകത്തോട്ട് 1/2 കപ്പ് അവൽ ചേർക്കുന്നുണ്ട്. ഇത് വെള്ളവലാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെള്ളവലിന് പകരം ബ്രൗൺ കളറുള്ള അവലാണെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അവൽ വറുത്തിട്ടൊന്നുമില്ല, ഞാനത് 1/2 കപ്പ് അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതൊരു ബൈൻഡിങ് ഏജൻ്റായിട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം പഴം നമ്മളിതൊന്ന് ഉണ്ട പിടിക്കുന്നുണ്ട്. അപ്പം അത് കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്ത് വരാനും കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ വരാനും വേണ്ടിയിട്ട് ആണ് നമ്മൾ ഇതിനകത്തോട്ട് അവൽ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അവൽ വേണമെങ്കിൽ വറുത്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അല്ലെങ്കിൽ ഇച്ചിരി റവയാണെങ്കിൽ റവ പകരം ചേർത്ത് കൊടുക്കാം. അങ്ങനെ അപ്പം ഞാൻ ഇപ്പോൾ ചേർത്തിട്ടുള്ളത് ഏലക്കയാണ്. അത് 2 ഏലക്കയുടെ കുരു ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ചേർക്കാനുള്ളത് അല്പം കപ്പലണ്ടി പൊടിച്ചതാണ്. വേണമെന്നൊന്നുമില്ല, തികച്ചും ഓപ്ഷണലാണ്. ഞാനിത് മുൻപ് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കപ്പലണ്ടി ഇച്ചിരി ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇതിനകത്ത് ചേർത്ത് കൊടുത്തേ ഉള്ളൂ. അങ്ങനെ ചേർത്ത് കൊടുത്തില്ലെങ്കിലും നല്ല രുചി തന്നെയാണ് കേട്ടോ. ഇനി ചെയ്യാനുള്ളത് ഇത് പാത്രത്തിൽ നിന്ന് കണ്ടോ, അതാ വിട്ട് വരുന്ന ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ മടക്കി എടുക്കുമ്പോഴത്തേക്കും ഇതൊരു കട്ടയായിട്ടൊരു മാവ് പോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഒന്ന് ചൂടാറട്ടെ. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് മുക്കിയെടുക്കാനായിട്ട് ഒരു മാവ് തയ്യാറാക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാർ എടുക്കുക. അതിനകത്തോട്ട് ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ള 1/2 നേന്ത്രപ്പഴം ഇതിനകത്തോട്ട് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ നേന്ത്രപ്പഴത്തിൻ്റെ മിക്സിലാണ് നമ്മൾ ഈ മാവ് ഒന്ന് മുക്കിയെടുക്കുന്നത്. ഈ ഒരു നമ്മൾ ആ നേന്ത്രപ്പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് മുക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല രുചിയായിരിക്കും. കാരണം നമ്മൾ എടുത്തിരിക്കുന്നത് പഴമാണ്, അത് മുക്കി പൊരിക്കുന്നതും പഴത്തിലാണ്. അപ്പോൾ ഇനി നമുക്കിത് മിക്സിയിൽ ആദ്യം നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ ഞാൻ ഈ പഴം ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിനകത്തോട്ട് ഞാൻ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മൈദപ്പൊടി ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തോട്ട് 1 ഏലക്ക ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. തൊലിയോട് കൂടെ തന്നെയാണ്. അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് കുരു മാത്രം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര, ജസ്റ്റ് ഒരു മധുരത്തിന് വേണ്ടിയിട്ട്. പിന്നെ 1 നുള്ളു ഉപ്പും കൂടെ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ആദ്യം ഒഴിക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒഴിക്കാം. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്ത് വരണം. നമ്മുടെ ഒരു കൂട്ട് ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല ഒട്ടും കട്ടിയുമല്ല എന്നാൽ ഒത്തിരി ലൂസും അല്ലാത്തൊരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. നമ്മൾ സുഗിയനൊക്കെ മാവ് എടുക്കില്ലേ, അതേ പരുവം തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഇനി നമുക്കിതൊരു പ്ലേറ്റിനകത്തോട്ടൊന്ന് മാറ്റി ഒഴിക്കാം.
അടുത്തത് ഇതിനകത്തോട്ട് ഞാനൊരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു മഞ്ഞ നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ്. തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തു എന്ന് ഓർത്തുകൊണ്ട് മഞ്ഞൾപ്പൊടിയുടെ ഒരു ടേസ്റ്റ് ഒന്നും വരില്ല, ജസ്റ്റ് ഒരു കളർ മാത്രം നമുക്ക് കിട്ടും. അങ്ങനെ ഇതാ നമ്മുടെ മാവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് മാവിൻ്റെ പരുവം, കണ്ടോ? ഈ ഒരു രീതിക്കാണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഒരു ബൗൾ എടുക്കാം. ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴത്തിൻ്റെ മാവ് ഒന്നിട്ട് കൊടുക്കുക. ഇപ്പോൾ ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. ചെറിയ ചൂടോട് കൂടെ തന്നെ നമുക്ക് ഇതിനെ ഒരു ഷേപ്പാക്കി എടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ തന്നെ ഒട്ടും വിള്ളലൊന്നും ഇല്ലാതെ നന്നായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് അത്യാവശ്യം ചൂടുണ്ട്, കയ്യിൽ പിടിക്കാവുന്നൊരു ചൂടാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിനകത്തോട്ട് ഇത് മാറ്റിയെടുക്കാം. ഞാനിന്നിപ്പോൾ ഇവിടെ ഈ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്ന പോലെ നീളത്തിലോ അല്ലെങ്കിൽ ഒരു ഓവൽ ഷേപ്പിലൊക്കെ എടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം ഞാൻ ഈ ഒരു രീതിക്ക് ഇതൊന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബോൾസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്, കണ്ടോ? ഇതൊട്ടും കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, ഒട്ടും വിള്ളലൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബോൾസ് ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് വറുത്തെടുക്കാനായിട്ടുള്ള ആവശ്യത്തിനുള്ള എണ്ണ ഒന്ന് അടുപ്പിൽ വെക്കണം. അപ്പം ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് എണ്ണ ചൂടാക്കിയിട്ടുള്ളത്. ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ടാണ് ഇതേപോലെ നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ബോൾ എടുക്കുക, അത് ഈ ഒരു മാവിനകത്ത് മുക്കി നമുക്ക് ഈ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇതിനകത്തൊന്നും വേവാനില്ല, പുറമേയുള്ള ഒരു കോട്ടിങ് മാത്രം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം എന്നേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുള്ളത് കൊണ്ട് ഒത്തിരി നേരം എണ്ണയിലൊന്നും ഇട്ട് നമ്മൾ വറുത്തെടുക്കേണ്ട. അപ്പോൾ ഇനി പാത്രത്തിൻ്റെ വലുപ്പം അനുസരിച്ച് ആവശ്യത്തിനുള്ള ബോൾസൊക്കെ ഇട്ട് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ആ ഒരു പുറത്ത് നല്ലൊരു കോട്ടിങ്, നല്ലൊരു കളർ, ഒരു ഗോൾഡൻ കളറൊക്കെ ആവുന്നത് വരെ, ചെറിയൊരു ഗോൾഡൻ കേട്ടോ, ഒത്തിരി അങ്ങനെയല്ല, നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ കാണിക്കാതെ എങ്ങനെയാണ്. അപ്പോൾ അത് ആകുന്നത് വരെ നമുക്കൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇതാ നമ്മുടെ ഈ ഒരു മാവിൻ്റെ നിറക്കെ മാറി വന്നിട്ടുണ്ട്. ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ, ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ വറുത്ത് കോരാണ്. ഇത് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ വലിയവർക്കാണെങ്കിലും 4 മണി പലഹാരത്തിന് ഇതൊന്നും മതി, അത്രയും ടേസ്റ്റാണ് നല്ല ചൂട് ചായക്കൊപ്പം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് വറുത്ത് കോരി ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അങ്ങനെ ഞാനത് സെർവിങ് പ്ലേറ്റിനകത്തോട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ സ്നാക്കിൻ്റെ അകം എങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളത് കാണണ്ടേ? അപ്പോൾ അതിനായിട്ട് ഞാൻ മുറിച്ച് കാണിക്കാം കേട്ടോ. ഇതിൻ്റെ പുറമേയൊക്കെ നല്ല രസമാണ്, നല്ലൊരു ക്രിസ്പിയും നല്ലൊരു കോട്ടിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകം നോക്കിക്കേ, നല്ല സോഫ്റ്റും ആണ്. ഇതിനകത്തൊക്കെ നല്ല നല്ല സാധനങ്ങളാണ്, നേന്ത്രപ്പഴം, നെയ്യ്, കപ്പലണ്ടി, തേങ്ങ, അവിൽ, ഇതൊക്കെ കൂടെ ചേർന്ന് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.